ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ എൻ്റെ ദിവസം കുറച്ച് സ്പെഷ്യലാണ്, ഒപ്പം കുറച്ച് സെൻറ്റിമെൻറ്റിലുമാണ്. സോ ഇന്ന് എൻ്റെ മൈക്രോസോഫ്റ്റ് ക്ലയൻറ്റ് പ്രൊജക്റ്റിൽ ലാസ്റ്റ് ഡേ ആണ്. ഞാൻ എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്ത് എൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റ് മൈക്രോസോഫ്റ്റ് ക്ലയൻറ്റിൻ്റെ പ്രൊജക്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എനിക്ക് കുറച്ച് ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റ് ബേസ്ഡ് ആയിട്ടും അല്ലാണ്ടുമൊക്കെ എൻ്റെ ക്ലയൻസിനും എൻ്റെ കൊളീഗ്സിനൊക്കെ കുറേ മെസ്സേജസും കാര്യങ്ങളും ഒക്കെ അയച്ചു. ഒരു എന്താ പറയുക, പുതിയൊരു വർക്കിലേക്ക് പോകല്ലേ. അപ്പോൾ അവരുടെ ഒരു മെസ്സേജസും കാര്യങ്ങളൊക്കെ കാണുമ്പം നല്ല സപ്പോർട്ടീവായിട്ടുള്ള മെസ്സേജും കാണുമ്പോൾ നല്ലൊരു വാല്യൂ ഫീലാണ് നമുക്ക്. നമ്മൾ വർക്ക് ചെയ്തതിലൊരു വാല്യൂ കിട്ടിയ ഫീലായിരുന്നേ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് സബ്മിഷന് വേണ്ടിയിട്ട് പോവുകയാണ് DHL ഓഫീസിലേക്ക്. അത് നമുക്ക് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫീസിൽ പോവുകയാണ്. കാരണം നമുക്കവിടെ നമുക്ക് ക്ലയൻറ്റ് ലാപ്ടോപ്പും ഉണ്ടായിരിക്കും, നമ്മുടെ കമ്പനി ലാപ്ടോപ്പും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഈ പ്രൊജക്റ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ ക്ലയൻറ്റ് ലാപ്ടോപ്പ് അവർക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അത് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്, DHL ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ലാപ്ടോപ്പ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവരെ കയ്യിൽ നിന്ന് അക്നോളജ്മെൻറ്റ് വാങ്ങണം. നമ്മളെല്ലാം സബ്മിറ്റ് ചെയ്തു, എല്ലാം നല്ല ഭദ്രമായിട്ട് തിരിച്ചയക്കുകയാണെന്ന രീതിയിലുള്ള അക്നോളജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് അക്നോളജ്മെൻറ്റൊക്കെ വാങ്ങിയിട്ട് ഇനിയിപ്പോൾ നേരെ നമ്മുടെ ഓഫീസിലേക്ക് തന്നെ പോകണമായിരുന്നു എനിക്ക്. കാരണം അവിടുന്ന് എൻ്റെ ഓഫീസ് ലാപ്ടോപ്പ് ഓൾറെഡി ക്ലയൻറ്റ് ഇമേജ്ഡ് ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് റീഇമേജൊക്കെ ചെയ്ത്, എനിക്ക് പുതിയ പ്രൊജക്റ്റിലേക്ക് പോകാനുള്ളതാണല്ലോ, അപ്പോൾ അത് റീഇമേജൊക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടും ചിറ്റാ ചെയ്ത ശേഷം ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ നാട്ടിലേക്ക് മൂവ് ചെയ്യാനുള്ള നോക്കി. കാരണം അപ്പം പോകുന്ന സമയത്ത് എനിക്ക് കുറച്ച് എന്താ പറയുക, നമ്മൾ ഒരു സ്ട്രെസ് ഫ്രീ കഴിയുമ്പോൾ നമുക്കൊരു ഇത് ഫീലൊക്കെ ആവും. ഇത് കഴിഞ്ഞല്ലോ. പക്ഷേ എന്നാലും നല്ലൊരു പ്രൊജക്റ്റായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലയൻറ്റായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ മുന്നേ വർക്ക് ചെയ്തപ്പോഴൊക്കെ ഒരുപാട് സ്ട്രെസ്സും ടൈമിങ് ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആണോ എന്നറിയില്ല, എനിക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഒത്തിരി ഫ്ലെക്സിബിളായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇതിലും നമുക്ക് DRI വീക്ക് എന്ന് പറഞ്ഞൊരു വീക്കൊക്കെ ഉണ്ട്. ആ സമയത്ത് ഭയങ്കര സ്ട്രെസ്സായിരിക്കും നമുക്ക്. ആ സമയത്ത് എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം. അപ്പോഴൊക്കെ തോന്നും ഭയങ്കര സ്ട്രെസ്സാണെന്ന്. പക്ഷേ അത് കഴിയുമ്പോൾ നമുക്കല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നേ എനിക്ക് നല്ല സ്ട്രെസ് ആയതുകൊണ്ടായിരിക്കാം എനിക്കത് കുറച്ച് നല്ലതായിട്ട് തോന്നി. അതുപോലെ തന്നെ എൻ്റെ കൊളീഗ്സ് ആണെങ്കിൽ നല്ല കൊളീഗ്സ് ആയിരുന്നേ. അവരൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു. നന്നായിട്ട് നമ്മളെല്ലാം എന്താ പറയുക, അവരെല്ലാം ആകെ, ഞാനൊരു മലയാളിയായിരുന്നു, ബാക്കി എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്നവരായിരുന്നു. അപ്പം പക്ഷേ എല്ലാവരും നമുക്കെല്ലാം ചെയ്യാനും ഒക്കെ സപ്പോർട്ടീവായിട്ടുള്ള ടീംസായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഭയങ്കര മിസ്സായിട്ട് തോന്നുമല്ലോ ആ ഒരു പ്രൊജക്റ്റിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവരുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിലും അവരുടെ അഷൂർ ബേസ്ഡ് ആയിട്ടുള്ളതിലും അവരുടെ ഈ എല്ലാത്തിലും നമുക്ക് വർക്ക് ചെയ്യാനും ഒക്കെ പറ്റിയതുകൊണ്ടും ഒക്കെ നമുക്കൊരു ബെനിഫിറ്റ് ആണല്ലോ. ഒപ്പം തന്നെ അവരുടെ കൊളീഗ്സായിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഓരോരോ കാര്യങ്ങൾ അറിയാനും നന്നായിട്ട് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ഒക്കെ പറ്റും. ഓരോ മെത്തേഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊജക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇങ്ങനെ കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ പോരുമായിരുന്നു. കാട്ടിലൂടെ ഞാൻ നടന്നു പോരല്ലേ, ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എടുത്ത ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിലിങ്ങനെ പോയി ഇങ്ങനെ ആലോചിച്ചു. നല്ല പ്രൊജക്റ്റാണ്. ഇനിയിപ്പോൾ നാളെ മുതൽ വേറെ പ്രൊജക്റ്റാണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോകുകയാണ്. അപ്പം ഇന്നിപ്പം വീട്ടിലെത്തും, മോളായിട്ടൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്.